നിഖിൽ ഗുപ്തയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കോടതിയിൽ നിഖിൽ ഗുപ്ത, അതായത് ഇന്ത്യ ഉപയോഗിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന വാടക കൊലയാളി, അയാള് ആ കോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥൻ അയാളുടെ വശം ഏകദേശം $15,000 കൊടുത്തിരുന്നു. അതിന്റെ പേര് നേരത്തെ വന്നിരുന്നത് വികാസ് യാദവ്. അദ്ദേഹം CSF ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഇന്റലിജൻസിലോട്ട് ഡെപ്യൂട്ടേഷൻ വന്നൊരു ഓഫീസറാണ്. അപ്പം അയാളാണ് ഈ പണം കൊടുത്തത് നിഖിൽ ഗുപ്തയുടെ വശം. അമേരിക്കൻ കനേഡിയൻ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള പന്നു, അതായത് ഖാലിസ്ഥാനി പ്രവർത്തകനാണ്. അത് അമേരിക്കൻ മീഡിയ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് എന്നും കനേഡിയൻ മീഡിയ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ്. പക്ഷെ അയാളൊരു ഖാലിസ്ഥാനി ഭീകരനാണ്. അയാളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പല കേസുകളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഗ്ലോബലായിട്ട് ഇന്ത്യയെ വളരെ മോശമായിട്ട് ടാർണിഷ് ചെയ്യാനും ഇന്ത്യയിൽ ഈ ഖാലിസ്ഥാൻ മൂവ്മെന്റിന് പണം സമ്പാദിക്കാനും ഗ്ലോബലായിട്ട് അതിനൊരു പിക്ചറൈസ് ചെയ്ത് ഇന്ത്യയെ നാശമാക്കാൻ ശ്രമിക്കുന്നയാളാണ് ഈ ഖാലിസ്ഥാൻ മൂവ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോയർ കൂടിയായിട്ട്. അത് അമേരിക്കയിലും കാനഡയിലൊക്കെ ലോയറായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യുകയും ഈ മൂവ്മെന്റിന്റെ എല്ലാമായ പന്നു അയാളെ കൊല്ലുവാൻ വേണ്ടി നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന വാടക കൊലയാളിയെ എടുത്തു. അയാൾ വന്ന് അമേരിക്കൻ കോർട്ടിൽ പറഞ്ഞു ഇതെല്ലാം ഇന്ത്യയാണ് അയാളോട് പറഞ്ഞത് ചെയ്യാൻ വേണ്ടി. ഇപ്പം നോർമലായിട്ട് ഈ വികാസ് യാദവിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഇന്ത്യ ഗവൺമെന്റും അമേരിക്കൻ ഗവൺമെന്റും അതേപോലെ കാനഡയിൽ നിജർ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടു. സിഖ് ടെറർ നേതാവായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് കാനഡ എത്തി. അവിടെ പിന്നെ പൊളിറ്റിക്കൽ അസൈലം എല്ലാം കൊടുത്തു. അപ്പൊ അയാൾ കൊല്ലപ്പെട്ടു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 5th I എന്ന് പറഞ്ഞ ജോയിന്റ് ആയിട്ട് അമേരിക്ക, അതേപോലെ തന്നെ കാനഡ, UK, ഓസ്ട്രേലിയ, ഇവരുടെ എല്ലാം കൂടി ഒരു കോർഡിനേഷൻ സംഭവമുണ്ട്. അപ്പൊ അതിന്റെ ഒരു എൻക്വയറിയും അതിന്റെ റിപ്പോർട്ടും ഒക്കെ സബ്മിറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. കാരണം അവിടുത്തെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു. അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പല ഇന്ത്യൻ ഒഫീഷ്യൽസിനെ ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മുടെ യഥാർത്ഥ വിഷയത്തിലോട്ട് കിടക്കാം. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിന്റെ പേര് പറയുന്നുണ്ട്. ഇന്ത്യൻ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിന്റെ പേര് പറയുന്നുണ്ട്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിലെ പല സീനിയർ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പല പ്രധാനമന്ത്രിയുടെ ഓഫീസും ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥരുടെ പേരൊക്കെ വരുന്നുണ്ട്. ഇപ്പം കേരളത്തിലെ മീഡിയയും നാഷണൽ മീഡിയയും ഇതുമായിട്ട് ചില വാർത്തകൾ ഇടുന്നുണ്ട്. ചില യൂട്യൂബേഴ്സ് വലിയ ത്രില്ലായിട്ട് ഇടുന്നുണ്ട്. ഏതാണ്ടൊക്കെ വലുതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു, കയറിപ്പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പണ്ട് നേരത്തെ RAWന്റെ ചീഫായിരുന്ന ഡുലറ്റ്, അദ്ദേഹം ഖരൻ താപ്പറിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഈ നിഖിൽ ഗുപ്തയുടെ എത്ര ഫോട്ടോ നമ്മൾ കണ്ടു? ഒരു ഫോട്ടോയെ കണ്ടത്. ഈ ഫോട്ടോ എവിടുന്ന ജനറേറ്റ് ചെയ്തത്? അതിനെപ്പറ്റി ആളുകൾക്കൊന്നും അറിയത്തില്ല. ഈ നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന അമേരിക്കൻ സിറ്റിസൺ ആണോ, അതോ സ്ലോവാക്യൻ സിറ്റിസൺ ആണോ, അതോ ഇന്ത്യൻ ഒറിജിൻ ആണോ, പാകിസ്ഥാൻ ഒറിജിൻ ആണോ, അതിനെപ്പറ്റി നിശബ്ദം. ഇനി ജെയിംസ് ഹെഡ്ലി, അത് ഹെഡ്ലി, അയാളുടെ പേര് മറ്റേ ഫസ്റ്റ് നെയിം ഓർമ്മയില്ല. അയാളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ട് കാണും. അതായത് ബോംബെ അറ്റാക്കിന് മുമ്പ് അയാൾ ഇന്ത്യൻ നഗരങ്ങളിലൊക്കെ വന്നിരുന്നു. ബോംബെ വന്നിരുന്നു, കൊച്ചിയിൽ വന്നിരുന്നു, മറ്റു പലയിടത്തും വന്നിരുന്നു. പിന്നീട് അയാളെ തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അമേരിക്കൻ ഗവൺമെന്റിന്, അത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന് കത്തയക്കുകയും ഡിപ്ലോമാറ്റിക് സംഭവങ്ങളൊക്കെ ചെയ്തു. പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൃത്യമായിട്ട് പിടികിട്ടി അയാളെന്ന് പറയുന്നത്, അയാളുടെ പേര് തന്നെ ഹെഡ്ലി എന്ന് പറയുന്നത് തെറ്റായ പേരാണ്. ഇയാളുടെ ഒറിജിനൽ പേര് എന്തുവാണെന്ന് അറിയത്തില്ല. ഇയാൾ അമേരിക്കൻ സ്പൈ ആണ്. പിന്നീട് അത് ബോധ്യമായി. അതിന്റെ പേരിൽ ഇന്ത്യ ഗവൺമെന്റ് നിശബ്ദമായി പോയി. അതായത് സുഹൃത് രാജ്യങ്ങളിൽ അമേരിക്കൻ നടത്തുന്ന സ്പൈ ഓപ്പറേഷൻ, അത് അലയൻസ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ആ രാജ്യങ്ങളിലൊക്കെ സ്പൈ ഓപ്പറേഷൻ അവർ നടത്തും. അപ്പൊ അത് ആയിരുന്നു ഹെഡ്ലി എന്ന് പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പല പത്രങ്ങളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സീനിയർ പല ഉദ്യോഗസ്ഥരും പലയിടത്തായിട്ട് പറഞ്ഞ് ഇയാൾ ഡബിൾ സ്പൈ ആണ്. ഇനി നിഖിൽ ഗുപ്തയുടെ കാര്യത്തിലോട്ട് വരാം. ഈ നിഖിൽ ഗുപ്ത ഇതിനെ പറ്റി ഒന്നും പറയുന്നത്, വികാസ് യാദവിൽ നിഖിൽ ഗുപ്തയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അതായത് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാളെ ഹയർ ചെയ്യുന്നു. അയാള്
ഹയർ ചെയ്യുന്ന അയാൾ വലിയ കൊലപാതകയാണ്. അതായത് പണം കൊടുത്തു കഴിഞ്ഞാൽ കൊന്നു കൊടുക്കുക. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു $15,000 കൈമാറി ഏകദേശം 12-13 ലക്ഷം രൂപയാണ് കൈമാറിയത്. ആരെ തട്ടാൻ? ഈ പന്നുവിനെ തട്ടാൻ. നിഖിൽ ഗുപ്ത ആരാണ്? നിഖിൽ ഗുപ്ത അമേരിക്കൻ സ്പൈയ. ആരാ ട്രാപ്പിൽപ്പെട്ടത്? ഇന്ത്യൻ ഏജൻസും ഇന്ത്യൻ ഓപ്പറേഷൻ ഹെഡുകളുമാണ് ഇവിടെ ട്രാപ്പിൽപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഒരാൾ അയാളെ ഇന്നടത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുന്നു, അയാളെ അമേരിക്കയിൽ വെച്ചല്ല അറസ്റ്റ് ചെയ്യുന്നത്, എന്നിട്ട് അയാളെ അവിടുന്ന് കൊണ്ടുവരുന്നു, ന്യൂയോർക്കിൽ കൊണ്ടുവരുന്നു, കോർട്ടിൽ കാണിക്കുന്നു, പിന്നീട് അയാൾ എവിടെ പോയി എന്ന് അറിയത്തില്ല. അതാണ് അതിനേക്കാളും വിചിത്രമായ സംഭവം. പെട്ടെന്ന് കഴിഞ്ഞ സമയത്ത് ഇയാള് അമേരിക്കൻ കോർട്ടിൽ ഇയാൾ പറയുന്നു ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഇന്ത്യക്കാർ പണം തന്നാ ചെയ്യിപ്പിച്ചത്. ആരാണ് ഈ ഗെയിം കളിച്ചിരിക്കുന്നത്? അമേരിക്ക ചെയ്ത ഗെയിമിൽ നമ്മൾ ട്രാപ്പായിപ്പോയി. ഇതേപോലെ തന്നെ പലയിടത്തും നമ്മൾ ട്രാപ്പായിട്ടുണ്ട്. ഇപ്പൊ ദുരന്താർ എന്ന് പറഞ്ഞ മൂവിക്കകത്ത് ഈ മൂവിയും സ്പൈ തിയറിയും കാണുന്ന പോലെ ഒന്നും സ്പൈ തിയറിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്നൊന്നും അല്ല ഗ്രൗണ്ടിൽ നടക്കുന്നത്. അതിന് പല പല തെളിവുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഈ പാകിസ്ഥാനിലോട്ടൊക്കെ പോയ പല ആൾക്കാരും, അതായത് നമ്മുടെ സ്പൈ ഓപ്പറേഷന്റെ ഏജൻസികളും ഒക്കെ പറഞ്ഞ പല ആൾക്കാരും ഇതേപോലെ ഡബിൾ സ്പൈ ഉണ്ട്. ഇപ്പൊ ഈ നിഖിൽ ഗുപ്തയെ പറ്റി പറയുന്നത് ഇയാൾ ഡബിൾ സ്പൈ, അയാൾ പാകിസ്ഥാന്റെ സ്പൈ ആണ്, അമേരിക്കയുടെ സ്പൈ ആണ്, ജോയിന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ സംഭവം, അതായത് ഏജൻസികളെ ഉപയോഗിച്ച് പല ആൾക്കാരെയും നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗ്ലോബലായിട്ട് പല പത്രങ്ങളിലും വരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് ഇതിനെപ്പറ്റി വലിയ രീതിയിലുള്ള ആർട്ടിക്കിൾ എഴുതി, ഒരു 2-3 പേജ് അടുപ്പിച്ചടുപ്പിച്ച് എഴുതി, പല സംഭവങ്ങളും എടുത്തിട്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള സംഭവം, അതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ, അതേപോലെ കാനഡയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി. അപ്പൊ ഇങ്ങനൊരു ഓപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏജന്റുകൾ പ്ലാൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇത് അമേരിക്കയ്ക്ക് അറിയാം. അതായിട്ട് പ്രധാനമെന്ന് പറയുന്നത്. അപ്പൊ അവര് ട്രാപ്പിനാണല്ലേ വെക്കും. അതായത് നേരിട്ട് നിഖിൽ ഗുപ്തയല്ല, ഇതേപോലെയുള്ള ഇന്ത്യൻ ഏജൻസ് തേർഡ് പാർട്ടി സോഴ്സിനെ ഉപയോഗിക്കും. ആരെ സമീപിച്ചു കഴിഞ്ഞാൽ പണം കൊടുത്ത് ഇന്ന ആളെ തട്ടിത്തരും. അപ്പൊ അങ്ങനെ ആ ട്രാപ്പിലാണ് വികാസ് യാദവ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ വീണത് എന്നാണ് ഡുലറ്റ്, അതായത് RAWന്റെ പഴയ ചീഫ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സ്പൈ ഓപ്പറേഷന്റെ ഒരു വലിയ സംഭവമായിരുന്നു. അപ്പൊ അയാൾ പറയുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുക. അതല്ലാതെ ഈ നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ഒറിജിനൽ പേര് ഇതല്ല. അയാൾ എവിടുത്തുകാരനാണെന്ന് ഇന്ത്യക്ക് അറിയത്തില്ല, ഇന്ത്യ ഗവൺമെന്റിനും അറിയില്ല. കാരണം നമ്മളതിനെ ഒരു ഡ്യൂ ഡെലിജൻസ് രീതിയിൽ അതിന്റെ പുറമിൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടറെ വെച്ച് സ്പൈ ചെയ്യണമായിരുന്നു. എന്നാൽ മാത്രമേ ഇത് ഇന്ത്യ ഡീറ്റെയിൽ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇയാൾ അമേരിക്കൻ സ്പൈ ആണ്, പാകിസ്ഥാൻ ഇതുണ്ട്, ഇവർ ഒരുമിച്ച് ചെയ്ത ഗെയിമാണ് ഈ സംഭവം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇയാൾ ആ കോർട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞു. അതാണ് അതിന്റെ കാര്യം. കാരണം ഇയാളെ എങ്ങനെയാണ് ഒരു വിദേശ രാജ്യത്തിന്റെ ടെറൈനിൽ പോയിട്ട് പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അയാളുടെ മുഖമൊന്നും കാണിക്കുന്നില്ല, അയാളെ കൊണ്ടുവരുന്നു. പിന്നീട് അയാളുടെ നിഖിൽ ഗുപ്ത എന്ന് പറഞ്ഞ പേര് മാത്രം, കാരണം ഇന്ത്യൻ ഒറിജിന്റെ പേര് കാണിക്കുന്നു. ഇയാളെ ഹയർ ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റാണ്, അതായത് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥനാണ് ഹയർ ചെയ്ത്. ഇത് ഡയറക്റ്റ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിലോട്ട് കൈ ചൂണ്ടുകയാണ്. അതേപോലെ തന്നെ ജയശങ്കറിനെ നേരത്തെ ഇതേപോലെ ഒരു കേസ് കാനഡയിൽ നിജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടിയാണ് ഇന്ത്യ കാനഡ ബന്ധം വലിയ രീതിയിലായി പോയത്. കാരണം അവിടെയുള്ള ടെറർ ഓർഗനൈസേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടി, പ്രത്യേകിച്ച് സിഖുകാരുടെ പാർട്ടി, ഈ ജസ്റ്റിൻ ട്രൂഡോയും അതേപോലെ അവിടുത്തെ ഇപ്പൊ അവിടെ ഭരിക്കുന്ന മാർക്കാണ് ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവര്. അതിന്റെ ഒരു മറ്റൊരു വശമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ നിഖിൽ ഗുപ്ത എന്ന് പറഞ്ഞ അമേരിക്കൻ സ്പൈ ആണ്. അപ്പൊ അയാള് നമ്മൾ പോയി ട്രാപ്പിൽ അങ്ങ് വീണു. ഈ ട്രാപ്പ് വല്ലാത്ത ട്രാപ്പാണ്. കാരണം അമേരിക്കൻ കോർട്ടിൽ ഈ ട്രാപ്പിനകത്ത് അടുത്ത നിഖിൽ ഗുപ്തയുടെ എക്സാമിനേഷനും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ ഏതൊക്കെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ പേര് പറയും. ഈ വികാസ് ഗുപ്തയെ ഇന്ത്യ ഗവൺമെന്റ് എക്സ്ട്രഡീറ്റ് ചെയ്യേണ്ടി, കാരണം ഇന്ത്യ അമേരിക്കൻ ആ പാക്ട് ഉണ്ട്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഇത് പൊങ്ങി വരാൻ കാരണം എന്താ? ഇതാണ് പറയുന്നത്, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അവരുമായിട്ട് ബന്ധം മോശമായോ
അവർ എല്ലാ സാധനവും ഓരോന്നായിട്ട് പൂക്കി അങ്ങെടുക്കും. നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസും ഫോറിൻ അഫയേഴ്സിന്റെ ഓഫീസും അജിത് ഡോവലിന്റെ ഓഫീസും ഉത്തരവാദിയാണെന്ന് അമേരിക്കൻ കോർട്ട് അങ്ങ് തീരുമാനിക്കാൻ പോവുകയാണ് വരാനുള്ള ദിവസങ്ങളിൽ. ഈ അടുത്തൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ഇത് പെട്ടെന്ന് അടുത്ത പൊക്കിയെടുത്തത്? അഡാനിയുടെ ഇഷ്യൂ. പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഈ കേസ് പോസ് ചെയ്തു. അതായത് അഡാനിയുമായി ബന്ധപ്പെട്ട കറപ്ഷൻ കേസ്. കാരണം അത് ഇന്ത്യ ഒപ്പുവെച്ചു കൊടുത്തിരിക്കുന്ന സംഭവമാണ്. അമേരിക്കയിൽ നിന്നാണ് പണം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ പവർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ പവർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ജനറേറ്റ് ചെയ്ത പണം കൈക്കൂലിയായിട്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു, ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിന് കൊടുത്തു. ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിന് ഈ പണം, അതായത് അവരാവശ്യപ്പെട്ടത് അമേരിക്കയിൽ കൈമാറാൻ. ആലോചിച്ച് നോക്ക്, ഇന്ത്യൻ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിനും ഈ കൈക്കൂലി പണം അവർക്ക് വിദേശ രാജ്യത്ത് മതി, പ്രത്യേകിച്ച് അമേരിക്ക ഡോളറായിട്ട് മതി. അവരുടെ കയ്യിൽ തെളിവായി. ഈ ഉദ്യോഗസ്ഥരെങ്ങനെ സെയിം ടൈമിൽ അവിടെ പണം കൊടുത്തു? ഈ ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും പറഞ്ഞു ഈ അഡാനിയുടെ കമ്പനിയാണ് പണം കൊടുത്തത്. അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇന്ത്യയിലെ അഡാനിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെ റെയ്ഡ് ചെയ്ത് ലാപ്ടോപ്പ് എടുത്തുകൊണ്ടങ്ങ് പോയി ഒരു ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത്. ഇതൊക്കെ ഹൈദരാബാദിൽ വെച്ചുണ്ടായ സംഭവമാണ്. ഇതാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം. അതാ പറഞ്ഞത്, ഇവരെ സൂക്ഷിച്ച് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അവർ നമ്മളെ എല്ലായിടത്തും കൊണ്ടങ്ങ് ട്രാപ്പാക്കി കഴിയും. എന്നിട്ട് അവർക്കിഷ്ടമുള്ള സമയത്ത് ഓരോന്ന് അവർ പൊക്കിയെടുക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വികാസ് യാദവിന്റെ, നിഖിൽ ഗുപ്ത, അതേപോലെ തന്നെ അഡാനിയുടെ ഇഷ്യൂ പെട്ടെന്ന് കൊണ്ടുവരാൻ കാരണം എന്താ? ഇന്ത്യയെ പിടിച്ചു മെരിക്കുക, ഒതുക്കുക. ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. അതിന് ഈ എപ്സ്റ്റീൻ ആണെങ്കിൽ ഏത് അറ്റം വരെ അവർ പോകും. അത് ഒരു ലോകത്തിൽ പല ആവർത്തി കാണിച്ചിട്ടുമുണ്ട്. ഇത് ആദ്യമായിട്ട് കാണിക്കുന്നൊന്നുമല്ല. ആരൊക്കെ കുടുക്കി, എന്തൊക്കെയാണ് ഫയൽ, എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ്, എങ്ങനെയൊക്കെ താറടിക്കാൻ സാധിക്കും, അവരുടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും അമേരിക്കൻ ഇന്റലിജൻസും അമേരിക്കൻ ഡിപ്ലോമസിയും അമേരിക്കൻ ഡബിൾ സ്പൈ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിടികിട്ടും. ഇതുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം ഞാൻ പറയാം. അമേരിക്ക ഇസ്രായേലും നല്ല സുഹൃത്തുക്കളാണ്, എഗ്രീഡ്. എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. സലാമെ, അതായത് ബ്ലാക്ക് സെപ്റ്റംബറിന് ശേഷം സലാമെ എന്ന് പറഞ്ഞ റെഡ് പ്രിൻസ്, അയാളെ കൊല്ലാൻ വേണ്ടി മൊസാദിന്റെ ഒരു കമ്മിറ്റി എക്സ് എന്ന് പറഞ്ഞൊരു ടീമിനെ ഫോം ചെയ്തു. അതിൽ സലാമെ എന്ന് പറയുന്നയാള് അമേരിക്കൻ ഡബിൾ സ്പൈ ആയിരുന്നു. അയാളെ കൊല്ലുന്ന സമയത്ത് ഇവർ കയറി ഇടപെട്ടു, അമേരിക്കൻ സ്പൈ കയറി ഇടപെട്ടു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇംഗ്ലണ്ടിലെ അയർലൻഡിലെ ഹോട്ടലിൽ വെച്ച് സലാമയാന്നും പറഞ്ഞ് വേറൊരുത്തിനെ തെറ്റിദ്ധരിച്ച് മൊറോക്കൻ സിറ്റിസൺ. അതിൻ്റെ പോലും ഈ തെറ്റായ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്ത് തേർഡ് പാർട്ടിയെ കൊണ്ട് പാസ് ചെയ്ത് കൊടുത്തത് ആരാണ്? ഈ പറയുന്ന അമേരിക്കൻ സ്പൈ മറ്റൊരു ഓപ്പറേറ്റീവ്സിനെ കൊണ്ട് തെറ്റായ ഇൻഫർമേഷൻ പാസ് ചെയ്ത് ഇന്നയാളാ അടുത്ത് ഇവർ ഫയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ മൊസാദിന്റെ പല ആൾക്കാരും പിടിക്കപ്പെട്ടു ഈ പറയുന്ന യൂറോപ്യൻ രാജ്യത്ത് വെച്ച്. അതാണ് പറഞ്ഞ് ഈ രാജ്യത്തെ വളരെ സൂക്ഷിച്ചും കണ്ടുപോയി ഡീല് ചെയ്യാവൂ. അവര് മൈ ഫ്രണ്ട്, മൈ ഇതൊക്കെ പറയും. ഇതൊക്കെ അവരുടെ കാര്യം. അവർക്ക് ആ കാര്യത്തിനകത്ത് അവർക്ക് എങ്ങനെ ട്രാപ്പ് ചെയ്യണം അവർ ട്രാപ്പ് ചെയ്ത് കളയും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇന്ത്യൻ സ്പൈ ഓപ്പറേറ്റേഴ്സ്, ഇന്ത്യ ഗവൺമെന്റും പ്രവർത്തിച്ചത്. ഇതാണ് ഞാൻ പറയുന്നത്. ഈ രാജ്യത്തെപ്പറ്റി, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെപ്പറ്റി ശരിക്കും വ്യക്തമായിട്ട് അവരുടെ ഡിപ്ലോമസിയും അവരുടെ അലയൻസ് പാർട്ട്ണർ ആണെങ്കിലും എല്ലാം പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ പല ട്രാപ്പുകളിലോട്ട് ഇത് പോയിക്കൊണ്ടിരിക്കും. അവരെവിടൊക്കെ സ്ക്രൂ ഇട്ട് മുറുക്കാൻ പറ്റും അവിടൊക്കെ ഇട്ട് മുറുക്കും. അതിൻ്റെയാണ് ഈ രണ്ടെണ്ണം പെട്ടെന്ന് കയറി വരുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അജിത് ഡോവലിന്റെ ഭയങ്കര കഴിവൊന്നുമല്ല. അയാൾ പെട്ടുപോയത് ഈ നിഖിൽ ഗുപ്തയുടെ കാര്യത്തിൽ. പല ആൾക്കാരും പറയുന്നുണ്ട് പെട്ടുപോയി. ഈ ഒരു ഓപ്പറേഷനിൽ ഇയാൾ പെട്ടുപോയി. കാരണം തെറ്റായ രീതിയിലുള്ള ഇൻഫർമേഷനും ഈ പറയുന്ന ഡബിൾ ഗെയിമും കളിച്ചു. അതായത് ഈ പറയുന്ന ഹെൻലിയിൽ എങ്ങനെ പെട്ടു, അതിന്റെ 4 ഇരട്ടി നിഖിൽ ഗുപ്തയെ പെട്ടു. കാരണം പണം കൈമാറി ഇയാളെ തട്ടാൻ വേണ്ടി. തെളിവുകൾ മുഴുവൻ ഇന്ത്യക്കെതിരാണ്. അതായത് അവരുടെ സൗഹൃദ രാജ്യത്ത്, ഇപ്പോൾ കാനഡയാണെങ്കിൽ അമേരിക്ക, അപ്പൊ അവരുടെ ഒരു സിറ്റിസനെ തട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കത് ടാർണിഷ് ചെയ്യാൻ സാധിക്കും. പല ആൾക്കെതിരെ കേസ് എടുക്കാൻ സാധിക്കും. കാരണം നമ്മളിതെല്ലാം സൈൻ ചെയ്ത് കൊടുത്തേക്കുവാണ്. ഇതാണ് ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ നിഖിൽ ഗുപ്ത, ഈ പന്നു വിഷയം, അതേപോലെ നിജർ വിഷയം,
അതേപോലെ ഹെഡ്ലി വിഷയം ഇതിനകത്ത്, അതേപോലെ അഡാനി വിഷയം. അതായത് കൃത്യമായിട്ട് പറയാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മോദി ഗവൺമെൻറ് പെട്ട ഒരു വിഷയമാണ്. ഇതിൽ നിന്ന് ഊരാൻ സമയമെടുക്കും. അതിൻ്റെ പേരിൽ തന്നെയാണ് നമ്മളിപ്പം എപ്സ്റ്റൈൻ ഫയൽ കണ്ടു കഴിഞ്ഞാൽ, എപ്സ്റ്റൈൻ ഫയൽ ഊരുന്ന വല്ലാത്ത സംഭവം തന്നെയാണ്. അതിന് ഹർദീപ് സിംഗ് പുരിയെ പറ്റിയും അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം.